എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പായസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓണത്തിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു പായസത്തിന്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഈ ഒരു പായസം ഉണ്ടാക്കിയിരിക്കുന്നത് ചവ്വരി അല്ലെങ്കിൽ സാബൂനരി ഉപയോഗിച്ചിട്ടാണ്. അതിനായിട്ട് ഇവിടെ അരക്കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. അത് ആദ്യം 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചത്. 1 മണിക്കൂർ മിനിമം വെക്കണം. 1 മണിക്കൂറിൽ കൂടിയാലൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്ന ചവ്വരി മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചവ്വരി നേരത്തെ കുതിർത്തെടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കുക്കിംഗ് ടൈം വളരെ കുറവായിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് ഇതുപോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരും. ആ ഒരു സമയത്ത് ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഈ ഒരു ശർക്കരയിൽ അഴുക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര അരക്കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി അരിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ശർക്കരയും ആ ഒരു ചവ്വരിയായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. ഇപ്പോൾ നോക്കൂ, ഇത് പാകത്തിന് യോജിച്ച് ഒരല്പം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, മധുരമൊക്കെ ബാലൻസ് ആക്കാനായിട്ട്. നമ്മൾ ശർക്കര ചേർത്തുണ്ടാക്കുന്ന പലഹാരങ്ങളിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ശർക്കരയുടെ കഴിക്കുമ്പോൾ ആ ഒരു മടുപ്പ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിലേക്ക് ഇനി ഏറ്റവും അവസാനമായിട്ട് 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് അങ്ങനെ ഭയങ്കര കട്ടിപ്പാലൊന്നല്ല. 1/4 കപ്പ് തേങ്ങ ചിരകിയത് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യമായിട്ട് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നതാണ്. 1-ാം പാല് 2-ാം പാല് എന്ന് പറഞ്ഞിട്ടൊന്നും എടുത്തിട്ടില്ല. 1/4 കപ്പ് തേങ്ങാപ്പാൽ ജസ്റ്റ് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പോൾ അതായത് ഇപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടാറി വരുമ്പോഴേക്ക് ഇതൊന്നും കൂടെ കട്ടിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ നിങ്ങളുടെ പായസം ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കോരി കഴിക്കുന്ന പാകത്തിനാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് തേങ്ങാപ്പാൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്.